ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഈ ഒരു റഫിൾഡ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കർവ് ഷേപ്പിൽ നമ്മൾ ഒരു സ്ലീവ് നോർമൽ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലിട്ടെടുക്കണം, കാരണം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയൊരു ക്യാപ് സ്ലീവ് ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പം ക്യാപ് സ്ലീവും കൂടി കട്ട് ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റഫിൾഡ് സ്ലീവ് ഉണ്ടല്ലോ, ആ കർവ് ഷേപ്പിൽ വരുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അപ്പം അതിനകത്തോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ആ ഒരു ചെറിയ ക്യാപ് സ്ലീവ് വേണ്ടെങ്കിൽ ഈ ഒരു റഫിൾഡ് സ്ലീവ് മാത്രം നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സീം അലവൻസ് വിടുമല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ സ്ലീവിൻ്റെ റഫിൾഡ് സ്ലീവിൻ്റെ എൻഡ് നമുക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ നോർമലി സ്ലീവ് ബോഡിക്കകത്ത് അറ്റാച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ആ കൈക്കുഴി ഭാഗത്തേക്ക് ആ ഒരു എൻഡ് ജോയിൻ്റ് ആയി വരത്തില്ല. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്